അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് TLO JRC NE5532 ഇതുപോലുള്ള ഓപ്പ് ആമ്പ് ഡുവൽ പവർ സപ്ലൈയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതെങ്ങനെ സിംഗിൾ സപ്ലൈയിലോട്ട് കൺവെർട്ട് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഡുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് മൈനസ് ഗ്രൗണ്ടിന് ഇൻപുട്ടിൽ നമ്മളൊരു 47K റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഗ്രൗണ്ട് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിവൈഡറാണ് ഇത്. ഒരു നോൺ ഇൻവെർട്ടർ ഓപ്പ് ആമ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫേസിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് ഡുവൽ സപ്ലൈ. ഓക്കെ, അടുത്തത് സിംഗിൾ സപ്ലൈ ആയിട്ട് ഇത് കൺവെർട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ ഇത് ഇൻവെർട്ടർ ഓപ്പ് ആമ്പായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നോൺ ഇൻവെർട്ടറല്ല, ഇൻവെർട്ടർ. ഇവിടെ ഇൻവെർട്ടറിൽ ഇൻപുട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 180 ഡിഗ്രി ഫേസിന് ഷിഫ്റ്റ് ഉണ്ടാകും. ഗെയിനും കൂടും, ഫേസ് ഷിഫ്റ്റിന് വ്യത്യാസം ഉണ്ടാകും. കണക്ട് ചെയ്യുന്ന രീതി പോസിറ്റീവ് ലെഗിൽ പോസിറ്റീവ് കൊടുക്കുക, നെഗറ്റീവിൽ നമ്മുടെ നെഗറ്റീവ് വോൾട്ടല്ല കൊടുക്കേണ്ടത്, ഗ്രൗണ്ടാണ്. അതായത് സിംഗിൾ സപ്ലൈയുടെ ഗ്രൗണ്ട്. നോൺ ഇൻവെർട്ടറിൽ മാറ്റമുണ്ട്. അത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കൊണ്ടുവന്ന് നെഗറ്റീവ് വോൾട്ടോ ഗ്രൗണ്ടോ കൊടുത്താൽ പറ്റില്ല. അതിനായിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ പൾസാണ് നമുക്കിവിടെ ആവശ്യം. അതിനായിട്ട് പോസിറ്റീവ് വോൾട്ടേജ് നിന്ന് ഇവിടെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വോൾട്ടേജാണ് വേണ്ടത്. പോസിറ്റീവ് വോൾട്ടേജിന് 150K റെസിസ്റ്ററും ഗ്രൗണ്ട്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൗണ്ട്, അതിൽ നിന്നൊരു 12Kയും വെച്ചിട്ട് ഒരു കപ്പാസിറ്റർ കപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ ഒരു സ്വിച്ചിങ് ഉണ്ട്. ഒരു സമയം പോസിറ്റീവും ഒരു സമയം നെഗറ്റീവുമായിട്ട് ഒരു സ്വിച്ചിങ്ങോടുകൂടി ഇവിടെ ഗേറ്റ് ഓപ്പൺ ആകുന്നതോടുകൂടി ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇതുവഴി കണ്ടക്ട് ചെയ്ത് ഔട്ടാകും. ഇവിടെ ഫീഡ്ബാക്കിൽ നമുക്ക് ഗെയിനായിട്ടൊരു 100K, അൺവാണ്ടഡ് ഫ്രീക്വൻസി ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇവിടെ 180 PF. ഇവിടെ ഇൻപുട്ട് ഇൻവെർട്ടറിലാണ് ഇൻപുട്ട് വരുന്നത്. ആകെ വർക്ക് ചെയ്യുന്നത് ഇതൊരു 12 വോൾട്ടിലോ, ഇവിടുത്തെ പ്ലസ് വോൾട്ടേജ് 15ഉം താഴത്തെ മൈനസ് വോൾട്ടേജ് 30 വോൾട്ട് വരെ സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഇൻവെർട്ടർ ആംപ്ലിഫയറിനുണ്ടാകും. ഇപ്പോൾ 30 വോൾട്ടിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പം ഈ 150Kയും 12Kയുടെ റെസിസ്റ്റൻസ് അതിനനുസരിച്ച് ചെറുതായിട്ട് വ്യത്യാസപ്പെടുത്തേണ്ടിരിക്കും. ഇപ്പോൾ ഇത് 12 വോൾട്ടിന് ഇത് തന്നെ ധാരാളം മതിയാവും. നമ്മുടെ കാർ സ്റ്റീരിയോയുടെ ഗെയിന് കൂട്ടാനും മൈക്ക് പ്രീ ആയിട്ടും സ്പ്ലിറ്റർ സർക്യൂട്ടായിട്ടും സിംഗിൾ സപ്ലൈയിൽ ഈ സർക്യൂട്ട് വളരെ ഒരു സക്സസ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണ്. JRC 4558 ഉപയോഗിക്കുന്നതെങ്കിൽ 5 വോൾട്ട് കിട്ടിയാലും ഇത് വർക്ക് ചെയ്യും. NE5532 ആണെങ്കിൽ 8 വോൾട്ട്, TLO ആണെങ്കിൽ 12-15 ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്കി കമൻറ്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം സർക്യൂട്ട്. ഓക്കെ, പക്ഷേ ഫേസിന് വ്യത്യാസം ഉണ്ടാകും. സബ് ഊഫർ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സെക്ഷൻ കൂടെ ചെയ്തതിന് ശേഷം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 150 എന്നുള്ളത് വീണ്ടും തിരിഞ്ഞു വീഴും. ഇതുപോലെ സെയിം ആവും, ഫേസിന് മാറ്റം ഉണ്ടാകും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.